വേണ്ടത്. അല്ലാതെ മക്കളുടെ ജീവിതത്തിൽ അപ്പോഴും അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേരൻറ്റിനെ അല്ല ആ ഒരു സമയത്ത് മിക്ക കുട്ടികളും ഡിമാൻഡ് ചെയ്യുന്നത്. ഇനി അങ്ങനെ മക്കൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേരൻറ്റിങ്ങിൻ്റെ പരാജയമാണ്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പാകത്തിന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എക്യുപ്പൈ ചെയ്യാത്തതുകൊണ്ടാണ് അവർക്ക് വീണ്ടും നിങ്ങളോട് വന്ന് തീരുമാനം ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തരുമെന്ന് പറയേണ്ടത്. ഇതിൻ്റെ അർത്ഥം അഭിപ്രായം ചോദിക്കരുതെന്നോ അവരുടെ എക്സ്പീരിയൻസിനെ മാനിക്കരുതെന്നോ അല്ല. അതിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് നമുക്ക് അവരോട് സപ്പോർട്ട് സീക്ക് ചെയ്യാൻ പറ്റണം. പക്ഷെ നമ്മുടെ മക്കളുടെ കുട്ടികളുടെ പേരൻറ്റിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ മേജർ ലൈഫ് ഡെസിഷൻസിലൊക്കെ ആണെങ്കിലും അവർ ചോദിച്ചാലല്ലാതെ ഒരു പരിധിയിൽ കൂടുതലുള്ള ഇൻ്റർഫിയറൻസ് ഒഴിവാക്കുക എന്നുള്ളത്, അതിനകത്തൊരു ബൗണ്ടറി വെക്കുക എന്നുള്ളത് അവർക്കും ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും, നമുക്കും ഹെൽത്തി ആയിട്ടിരിക്കാം. അവരുടെ ചോയ്സസിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പോൾ ചോയ്സസിലാണെങ്കിൽ പോലും ഈ എന്താണ് ഒരു കുറച്ച് മുൻപ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചുള്ള ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്നതിൽ പോലും അതൊരു ബേസിക് നീഡാണ്. ഒരു ഏത് സ്പീഷീസിലുള്ള ഇതാണെങ്കിലും അതൊരു ബേസിക് നീഡാണ്. പക്ഷെ അത് നമുക്കിവിടെ എന്താണ് നമ്മൾ സ്നേഹം കൊണ്ടോ റെസ്പെക്ട് കൊണ്ടോ ഒക്കെ കൂടി എവിടേക്കോ അത് എന്താണ് അതൊരു അധികാരത്തിലേക്ക്, അത് പേരൻസിന്റെ ഒരു അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ളൊരു